നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കും ഈ മരുഭൂമി. ഇത് അങ്ങ് രാജസ്ഥാനിലല്ല, അല്ലെങ്കിൽ ദുബായിലുമല്ല, നമ്മുടെ സ്വന്തം തെക്കേ ഇന്ത്യയായ നമ്മുടെ തമിഴ്നാട്ടിൽ കാണാം. വാ. ഇന്ത്യയിൽ രാജസ്ഥാനിൽ മാത്രമല്ല, ഇങ്ങ് തെക്കേ അറ്റത്തുമുണ്ട് മരുഭൂമി. തമിഴ്നാട്ടിലെ തേരിക്കാട് എന്ന ചുവന്ന മണലുള്ള മരുഭൂമി. തൂത്തുക്കുടിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും 50 മുതൽ 60 കിലോമീറ്റർ വരെ താണ്ടിയാൽ ഇവിടെ എത്തിച്ചേരാം. തല ഉയർത്തി നിൽക്കുന്ന മുൾച്ചെടികളും ഭയമുളവാക്കുന്ന വിജനമായ പ്രദേശവും 12,000 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ചുവന്ന മരുഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്മയമാണ്. അസുരൻ ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ലൊക്കേഷൻ. ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ തെറിക്കാട് എന്ന് പറയുന്നു. പക്ഷേ ശരിക്കുള്ള പറയുന്ന വാക്ക് തേരിക്കാട് എന്നാണ്. അതായത് തേരി എന്ന് വെച്ചാൽ മൺകൂനകൾ എന്നർത്ഥം. തമിഴിൽ കാടെന്ന് പറഞ്ഞാൽ വനം. അതായത് മൺകൂനകളും ഈ കാടും ചേർന്ന പ്രദേശമാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ആരെയും ഈ ഭാഗത്തേക്ക് കടത്തിവിടും. പക്ഷേ ആരോടും പോകണ്ട എന്നാണ് നാട്ടുകാർ പറയാറ്. കാരണം ഒറ്റപ്പെട്ടിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏക്കറുകളോളം അല്ലെങ്കിൽ കിലോമീറ്ററോളം നമ്മൾ മാത്രമായി പോവും. എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ഒന്നും കിട്ടില്ല. കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രം, അരുംചുനൈക്കാത്ത അയ്യനാർ ക്ഷേത്രം എന്നിങ്ങനെ 2 പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ തേരിക്കാടിനടുത്തുണ്ട്. ഇതിൽ കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രത്തിനടുത്താണ് തേരിക്കാട് ഏറ്റവും സുന്ദരം. ക്ഷേത്രത്തിന് പുറകിലായി നോക്കെത്താ ദൂരത്തോളം മരുഭൂമി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഒരു വശത്തുകൂടി ചുവന്ന മരുഭൂമിയിലേക്ക് കടക്കാം. അങ്ങിങ്ങായി തണലുള്ള മരച്ചുവട്ടിൽ വിശ്രമിക്കാം. പണ്ട് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നതെങ്കിൽ അടുത്തിടെയായി ധാരാളം സന്ദർശകർ ഈ കൊച്ചു മരുഭൂമി തേടി എത്തിച്ചേരുന്നുമുണ്ട്. ഈ ചുവന്നു കിടക്കുന്ന മരുഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് കിലോമീറ്ററോളം സഞ്ചരിക്കാം. പക്ഷേ അതൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിശ അല്ലെങ്കിൽ നമ്മൾ പോയ വഴി നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇന്ന ഭാഗത്ത് മൺകൂന ഉണ്ടായിരുന്നു, അതിൽ പോയി നിൽക്കും. പക്ഷേ ഒരുപക്ഷെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം മൺകൂന അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ ഉച്ച സമയത്ത്, നട്ടുച്ച സമയത്താണ് ഇത്രത്തോളം കാറ്റ്. എന്തൊരു ഫീലാണെന്നറിയോ. പകൽ നല്ല വെയിലും ചൂടുമായതിനാൽ തേരിക്കാട് മരുഭൂമിയിലേക്കുള്ള യാത്ര രാവിലെയോ വൈകുന്നേരമോ ആണ് നല്ലത്. കൂടിപ്പോയാൽ 2 മണിക്കൂർ മാത്രം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം. അയേൺ ഓക്സൈഡ് അടങ്ങിയ മണ്ണാണ് ഈ പ്രദേശത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തുടങ്ങിയ യാത്ര അങ്ങനെ കന്യാകുമാരി എത്തി, തൃച്ചെന്തൂർ എത്തി. ഇപ്പോൾ തൃച്ചെന്തൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ അകത്തേക്കും എത്തി. ഇനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരവില്ല. ഇങ്ങനെ ഭൂമി ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയല്ലേ, അല്ലെങ്കിൽ പരന്ന് കിടക്കുകയല്ലേ. എവിടെ വെച്ചാലും കണ്ടുമുട്ടാം. തക്കണം വിട്ടേക്കട്ടെ. ബൈ.